പിണറായി വിജയൻ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ അപമാനിച്ചോ തഴഞ്ഞോ എന്നൊക്കെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. കാരണം കേരളത്തിന് ഏതാണ്ട് 13,000 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി വേണമെന്ന് സർക്കാർ ബാലഗോപാൽ ഉൾപ്പെടെ നിരന്തരം പറയുന്നു. എന്നാൽ ഇതിനുവേണ്ടി ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാനുള്ള യോഗത്തിൽ നിന്ന് ബാലഗോപാലിനെ ഒഴിവാക്കി. മുഖ്യമന്ത്രി വല്ലാത്തൊരു ഡിപ്ലോമസി കളിച്ചു. കാരണം ഒരു വല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വിജയമാണ് പിണറായി വിജയന്. കാരണം നിർമ്മല സീതാരാമൻ എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ച് പിണറായി വിജയൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ചെന്ന് അവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഏതാണ്ട് 6,000 കോടി രൂപ ചോദിച്ചതിൻ്റെ പകുതിയോളം രൂപ കൊടുക്കുകയും ചെയ്തു. ആ യോഗത്തിൽ പിണറായി കളിച്ച ബുദ്ധി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗവർണർ ആർലേക്കറെ കൂട്ടിക്കൊണ്ടുപോയി. ആർലേക്കർ കൂടെ ഇരുന്നു, KV തോമസ് കൂടെ ഇരുന്നു, ധനകാര്യമന്ത്രി മാത്രം ഇരുന്നില്ല. ധനകാര്യമന്ത്രിയെ കൊണ്ടുപോയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിരന്തരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെതിരെ ഒരുപാട് പ്രസ്താവനകളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ച ആളാണ് ബാലഗോപാൽ. അതുകൊണ്ട് തന്നെ ബാലഗോപാലിനെ കണ്ടാൽ നിർമ്മലാമ്മയ്ക്ക് കോപം വരുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പിണറായി നീ വരണ്ട, ഇയാൾ വരണ്ട, അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവാവായ, കേരളത്തിലെ ഏറ്റവും യുവാവായ ധനകാര്യമന്ത്രിമാരിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു സെറ്റ് ബാക്കാണ് മുഖ്യമന്ത്രിയുടെയോ അല്ലേ? മാധ്യമങ്ങൾ അതൊന്നും അത്തരത്തിൽ ബാലഗോപാലിന് വേദനിക്കാതിരിക്കാൻ ഈ വാർത്ത കൊടുത്തിട്ടുമില്ല. ഡൽഹിയിലെ മാധ്യമങ്ങൾ ഇവിടെ കൊടുത്തില്ല. അതെ. പക്ഷേ അത് നോട്ട് ചെയ്തിട്ടുണ്ട് പലരും. നമ്മൾ ആ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ വന്നതാണ്. ഗവർണർ, മുഖ്യമന്ത്രി, കേന്ദ്ര ധനമന്ത്രി, ഇവർ മൂന്ന്. KV തോമസ് അതിൻ്റെ സൈഡിലുണ്ട്. കേന്ദ്ര ധനമന്ത്രിയെ അനയിച്ചുകൊണ്ട് പോയതൊക്കെ KV തോമസിനുള്ള പരിഗണന പോലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിക്ക് കൊടുക്കുന്നില്ലേ? അപ്പോൾ അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ട്രിക്ക് നടന്നു എന്ന് നമ്മൾ അനുമാനിക്കണം. കാരണം നിർമ്മല സീതാരാമൻ്റെ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ചത് KV തോമസിൻ്റെ ഒരു സാമർഥ്യം കൊണ്ടായിരുന്നു. ആദ്യം കേരളത്തിൻ്റെ ധനസ്ഥിതി അദ്ദേഹം അവിടെ നേരിട്ട് ധനമന്ത്രിയെ ധരിപ്പിച്ചിട്ട് അപ്പോൾ അവർ കൊടുത്ത ഒരു അഷുറൻസ്, രാഷ്ട്രീയം കളിക്കാനല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് വരൂ, കണക്കുകളും കാര്യങ്ങളും വരട്ടെ. അപ്പോൾ അതിനു മുമ്പ് രാഷ്ട്രീയം ആരോ കളിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിനല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് മടക്കി വെച്ചിട്ട് കാര്യകാരണ സഹിതം സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് വന്നാൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെസ്സേജ് ഒരു പോസിറ്റീവായിട്ടെടുത്തു KVT. അത് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തു. KVT മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ, അല്ലാതെ കേരളത്തിൻ്റെ പൊതു പ്രതിനിധിയായിട്ടല്ല, കേരള സർക്കാരിൻ്റെ അല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ദൂതനാണ്. മുഖ്യമന്ത്രിയുടെ അംബാസിഡറായിട്ടാണ് അദ്ദേഹം അവിടെ ആക്ട് ചെയ്തത്. ശമ്പളം കൊടുക്കുന്നത് കേരള സർക്കാരാണെങ്കിലും വേറൊരു കാര്യമുണ്ട്. നേരത്തെ തന്നെ KM എബ്രഹാം കേരള ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെ ഡൽഹിയിലെ പെർഫോമൻസിനെ കുറിച്ചൊരു ഇവാലുവേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇതേപോലെ, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേപോലെ ആവശ്യം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിലുള്ള ബന്ധം ബാലഗോപാലിൻ്റെ ചില അപക്വമായ പ്രസ്താവനകൾ മൂലം വഷളായി എന്നൊരു ഇംപ്രഷൻ ഉണ്ട്. ധനമന്ത്രിക്കും കേന്ദ്രത്തിലെ സെക്രട്ടറിമാർക്കും കേരള ധനകാര്യമന്ത്രിയോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തെ അവർ കാര്യമായി പരിഗണിക്കത്തില്ല. ഈ ഒരു റിപ്പോർട്ട് KM എബ്രഹാമിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഈ അവസ്ഥ എങ്ങനെ തരണം ചെയ്യണം? അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ബാലഗോപാൽ കൂടെ വേണ്ട എന്നതോടെ അദ്ദേഹം ബാലഗോപാൽ കൂടെ വേണ്ട എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഗവർണർ വേണം എന്ന് തീരുമാനിച്ചു. അതാണ് അതിനകത്ത് സ്ട്രാറ്റജിക് സക്സസ്, സർജിക്കൽ സ്ട്രൈക്കാണ്. അതെ. ഇതുവരെയും മുഖ്യമന്ത്രി വടംവലിയായിരുന്നു കേരളം കണ്ടുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് പുതിയൊരു ഗവർണർ വന്നപ്പോൾ ആ ഗവർണറുമായിട്ടുള്ള റാപ്പ് വളരെ ശക്തമായി കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി വിജയിച്ചു. ആ കാര്യത്തിൽ ഗവർണറും ഒരു ശത്രുതാ മനോഭാവത്തോടെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് പ്രവർത്തിക്കുന്നില്ല. കഴിയുന്നത്ര അനുരഞ്ജനത്തിലൂടെ പോകുന്ന ഒരു വഴിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോഴും ഇങ്ങനെയായിരുന്നു, തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു. പക്ഷേ അത് കേരള ഗവൺമെൻറ് തന്നെ വഷളാക്കി. അല്ല, അവസാനം കമ്മ്യൂണിസ്റ്റ് തനി സ്വഭാവം പുറത്തു വന്നു. ഗവർണർ രാജ്ഭവനിലേക്ക് പ്രകടനം, SFIക്കാരുടെ ഗുണ്ടായിസം, ഇതെല്ലാം പിന്നെ വഴിയിൽ ഗവർണറുടെ കാറ് തടയുന്ന അവസ്ഥ വരില്ലേ.
അപ്പോൾ അത് പിന്നെ ഏത് ഗവർണർ സഹിക്കും? പക്ഷെ അതിൽ നിന്ന് കേരള ഗവൺമെൻറ്റിന് ഒരു പാഠം കിട്ടി. ഈ ഗവർണറുമായിട്ട് ഇങ്ങനെ ശണ്ട കൂടാൻ പോയാൽ കാര്യമൊന്നും നടക്കില്ല. അപ്പോൾ ഇപ്പോൾ അവരൊരു കൺസിലിയേറ്ററി അപ്രോച്ചാണ് എടുത്തത്. കൺസിലിയേഷനാണ് കൺഫ്രോണ്ടേഷനേക്കാളും നല്ലത്. എപ്പോഴും അങ്ങനെയാണല്ലോ. ആണ്. അത് ലോകത്ത് ആകമാനം ഇപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥയാണ്. സംസാരിച്ച് യുദ്ധം പോലും അവസാനിപ്പിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ തർക്കിച്ചും വഴക്കിട്ടും കേരളത്തിൻ്റെ പൊതു താല്പര്യം ഇല്ലാതാക്കിയാൽ നഷ്ടം എല്ലാവർക്കുമാണ്. നഷ്ടം പാർട്ടിക്കാണ്. പാർട്ടിക്ക് അടിസ്ഥാനപരമായി നടന്നാലേ 4 ചക്രം കിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഒരു ഗവർണർ ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയോടൊപ്പം പോവില്ല. അതേസമയം കേന്ദ്രമന്ത്രി വരത്തില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കാണണ്ട. അത് അവിടെയാണ് നമ്മൾ KV തോമസിന്റെ ഒരു ഡിപ്ലോമസി, അദ്ദേഹത്തിൻ്റെ ഒരു നയതന്ത്ര വിജയം. അത് KV തോമസിന്റെ ആണോ? കാരണം അല്ല, നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിൽ പ്രാതൽ കഴിക്കാനായിട്ട് എത്തിക്കുക വഴി അതിലൊരു അതെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ടഫ് ഫിഗറുകളിലെ ഒരാളാണ് നിർമ്മലാ സീതാരാമൻ. അതെ അതെ, ഭയങ്കര ടഫാണ്. എന്നോട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട BJPയുടെയും സംഘപരിവാറിന്റെയും RSSന്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോരും പറഞ്ഞിട്ടുണ്ട്. വസ്തുത പറയുക, അതിനപ്പുറത്ത് ഒരു ബ്ലായും നടക്കില്ല. അവർക്ക് വളരെ അഫേമഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട് എന്തു കാര്യത്തിലും. വേണമെങ്കിൽ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആകാനുള്ള സ്റ്റേച്ചറുള്ള ആളാണ് നിർമ്മലാ സീതാരാമൻ എന്ന് എന്നോട് സ്വകാര്യമായി പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഊടുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിക്കാൻ മാത്രം ഇടപെടൽ നടത്താൻ പറ്റുന്ന ആരാ ഉള്ളത്? അത് ഒരുപക്ഷെ ഗവർണറുടെ ഒരു പങ്കുണ്ടാവുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകാം. ഗവർണറും അതിനകത്ത് ഞാൻ വേറൊരു പൊളിറ്റിക്സ് കൂടെ കാണുന്നുണ്ട്. കേരളത്തിലെ അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്ന CPM BJPയുടെ ഒരു ബി ടീം എന്നുള്ളൊരു വർത്തമാനം ഉണ്ടല്ലോ. ഒരു ഓപ്പണായിട്ടോ രഹസ്യമായിട്ടോ BJPയുടെ ഒരു പിന്തുണയോടെ അല്ലാതെ ഇനിയൊരു ഗവൺമെൻറ്റിന് ഒരു സാധ്യതയില്ലല്ലോ. അത്രത്തോളം ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്നാൽ പിന്നെ BJPയുടെ ഒരു സപ്പോർട്ട്, BJPക്ക് കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നതിനോട് ഏതായാലും താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്താണ് ഒരു വഴി? എന്നാൽ BJPക്ക് സ്വമേധയാ വരാനും പറ്റില്ല. അപ്പോൾ CPM കോൺഗ്രസ് ഒരു രഹസ്യമോ പരസ്യവുമായ ഒരു ഐക്യത്തിലൂടെ നീങ്ങുന്നതല്ലേ എല്ലാം കൊണ്ടും ഒരു വൈൽഡ് ആയിട്ടുള്ള ആലോചനയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു നിഴലും കൂടി ആ കൂടിക്കാഴ്ചയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സതീശനെ പോലെയുള്ള ആളുകൾക്ക് ബാലഗോപാൽ ഈ കേന്ദ്രവിരുദ്ധ പ്രസ്താവനയൊന്നും ഇനി ഇറക്കരുതെന്ന് താക്കീത് ചെയ്തു മുഖ്യമന്ത്രി. അങ്ങനെയും കൂടെ താക്കീത് ചെയ്തു. വരണ്ടെന്ന് മാത്രമല്ല, ഇനി കേന്ദ്രത്തിനെതിരെ ഒന്നും സംസാരിക്കണ്ട എന്നുകൂടി പറഞ്ഞു. ഇത് വലിയ നാണക്കേടായത് ബാലഗോപാലിനാണ്. അതെ, ബാലഗോപാലിന് വലിയ ക്ഷീണമായി. അദ്ദേഹം അതുകൊണ്ട് ഇതിനൊരു പബ്ലിസിറ്റി ലഭിക്കാതിരിക്കാനും ഇത് പൊതുജനം നോട്ട് ചെയ്യാതിരിക്കാനും അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പൊതുവിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ നിശബ്ദത പാലിച്ചത്. ബാലഗോപാലിനോട് ഒരു വിട്ടുവീഴ്ച ചെയ്തിരിക്കും. അല്ല, ബാലഗോപാൽ ഒരു ജെന്റിൽമാനാണ്. അല്ല, ബാലഗോപാൽ ആസ് എ മാൻ പക്ഷേ പാർട്ടിയിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, സീനിയറാണ്. കൊല്ലത്തിപ്പോൾ വലിയൊരു സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം അത് ചെയർമാനായിരുന്നുകൊണ്ട് അദ്ദേഹം വിജയിപ്പിച്ച് കൈ കൊടുത്തു. അങ്ങനെ ഒരു ഇമേജിൽ നിൽക്കുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. പക്ഷേ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബാലഗോപാൽ എന്തുകൊണ്ടോ ഒരു അട്ടർ ഫെയിലിയറുമാണ്. അല്ല, അത് ബാലഗോപാലിനെ മാത്രമായിട്ട് ആക്ഷേപിക്കണ്ട. നമുക്ക് നോക്കുമ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിലെ മിക്കവാറും മന്ത്രിമാരെല്ലാം സമ്പൂർണ്ണ പരാജയങ്ങളാണ്. എല്ലാവരും പുതുമുഖങ്ങളാണ്. പരിചയ സമ്പത്ത് കുറവാണ്. പുതുമുഖങ്ങളായിട്ടും ഒരുപാട് എക്സൽ ചെയ്ത മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ പരിചയമുള്ളവരൊന്നും വേണ്ട, മുഖ്യമന്ത്രി മതി എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ പിന്നെ വീണ ജോർജിനെ പോലെയുള്ളവരെ അനുസരിച്ച് നിർത്തിക്കൊണ്ടു പോകാമല്ലോ. പറയുന്നത് കേൾക്കുമല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളുകൾ മതി. കാര്യം നിങ്ങൾ മന്ത്രിമാരാണ്, പക്ഷെ കാര്യമൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ പിന്നെ ആര് മന്ത്രിയായാൽ എന്ത്? അതെ അതെ അതെ. ഇപ്പോൾ ബാലഗോപാൽ ആദ്യമായിട്ട് മന്ത്രിയാകുകയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു പക്വതയൊക്കെ സമീപനങ്ങളെ കണ്ടു. അല്ല, ബാലഗോപാലിൻ്റെ ഒരു അദ്ദേഹം വളരെ കൂളാണല്ലോ, എപ്പോഴും വളരെ ശാന്തനാണ്. ഈ മാർക്സിസ്റ്റ് നേതാക്കളുടെ ഡോക്മ എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഗോവിന്ദൻ കളിയൊന്നോ അദ്ദേഹത്തിനില്ല. അല്ല, സ്മൈൽ ദാറ്റ് ഇംപ്രൂവ്സ് യുവർ ഫേസ് വാല്യൂ എന്ന് പറയാറുണ്ടല്ലോ. എപ്പോഴും ബാലഗോപാലിന്റെ മുഖത്തൊരു ചിരിയുണ്ട്.
അത് ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. കൊല്ലംകാർ എപ്പോഴും ചിരിക്കുന്നതൊന്നും ഒരു കുഴപ്പമാണ്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബാലഗോപാലിനൊരു പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് ഉണ്ട്. അത് ഈ കൂടിക്കാഴ്ചയിൽ വരികയും അദ്ദേഹത്തിൻ്റെയും കൂടെ സാമർഥ്യം കൊണ്ടാണ് ഒരു 6000-ഓളം കോടി രൂപ വായ്പ എടുക്കാനുള്ള അനുമതി കിട്ടിയത് എന്ന് വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടം അദ്ദേഹത്തിനുണ്ട്. കാരണം ഇത് ഈ ഇയർ എൻഡാണ് ഈ മാസം. ഈ 15-ാം തീയതിയും 18-ാം തീയതിയും കൂടെ ആയിട്ട് വായ്പ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സർക്കാർ അതിനുള്ള അനുമതി കിട്ടിയില്ലെങ്കിൽ സർക്കാർ പെട്ടുപോകും. ശമ്പളവും പെൻഷനും മുടങ്ങും. ഗവൺമെൻറ്റിന് ഇപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് ദൈനംദിന ചെലവും ശമ്പളവും പെൻഷനും മാത്രമേ കൊടുക്കാൻ പറ്റൂ. ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഇയർ എൻഡിൽ ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലെ ഒരു സാമ്പത്തിക സ്രോതസ് തുറന്ന് കിട്ടണം. അതിന് അകവഴിഞ്ഞ് സഹായിച്ചിരിക്കുന്നു കേന്ദ്രം. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാർ. ഇതിനകത്ത് ഞാനൊരു ദൂരവ്യാപകമായ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ബാലഗോപാൽ അങ്ങനെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഇല്ല എങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യും? അതാ ഇനി ഒരു 11 മാസം കൂടെ ഇവരുണ്ടേ. അപ്പോൾ അതൊന്ന് പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമം ഈ പറഞ്ഞ ഗവർണർ വഴിയോ തോമസ് മാഷ് വഴിയോ ഒന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനോഭാവം കൂടി പിണറായി വിജയൻ കാണിക്കണ്ടല്ലേ? അടുത്ത ഒരു വർഷം ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ധനകാര്യ മാനേജ്മെൻറ്റിലെങ്കിലും ഒരു പാസ് മാർക്ക് വാങ്ങണം. അതിനു മുമ്പ്, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന, ഉടച്ചു വാർക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഉണ്ടാകുമെങ്കിൽ പാർട്ടി കോൺഗ്രസ് കഴിയുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അടുത്ത മാസം പാർട്ടി കോൺഗ്രസ് അത് കഴിഞ്ഞിട്ട് ഒരു ഹ്രസ്വകാലത്തേക്ക് അങ്ങനെ ഒരു അഴിച്ചുപണിയുടെ പല സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പുതിയ മുഖങ്ങളെ കൊണ്ടുവരിക, അങ്ങനെ ഒരു വകുപ്പ് മാറ്റം, ഒരു പൗഡർ റെഡിയിൽ നടക്കാറുണ്ട്. മുഖം മിനുക്കൽ കുറെ. ഇനിയിപ്പോൾ ഇനി കുറെ ക്ഷേമകാര്യങ്ങൾ കൊടുക്കല്, അത് കൊടുക്കല്, അരി കൊടുക്കല്, കിറ്റ് കൊടുക്കല് ഒക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. പെൻഷൻ കുടിശ്ശിക തീർക്കൽ അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ. പിണറായിയുടെ ഒരുപാട് പണ്ട് കിറ്റപ്പൻ ദൈവം എന്നൊക്കെ പറഞ്ഞ ചിലടത്ത് പോസ്റ്റൊക്കെ ബോർഡൊക്കെ വെച്ചല്ലോ. അല്ല, അതിന് ഈ ഗവൺമെന്റിന് നല്ലൊരു അവസരം ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണന്റെ മാറ്റം വന്നല്ലോ, കേളു മന്ത്രിയായി വന്നു. അതായിരുന്നു വേണ്ടി വന്നാൽ ഒരു നല്ല ആ മാറ്റം കൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. കേളു എന്നുള്ള മന്ത്രിയെ കേൾക്കാൻ പോലും ഇല്ല. അങ്ങനെ അദ്ദേഹവും പുതിയ ആളാണ്, ആദ്യമായിട്ട് മന്ത്രിയാകുകയാണ്. പിന്നെ കെ രാധാകൃഷ്ണൻ വഹിച്ച വകുപ്പുകളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയില്ല. ദേവസ്വം വാസവന്റെ കയ്യിലേക്ക് മാറി. അപ്പം അങ്ങനെയൊക്കെ ചില മാറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ എക്സൈസും ദേവസ്വം എല്ലാം കൂടെ വാസവന് പിടിപ്പത് പണിയാണ്. അല്ല, എക്സൈസ് രാജേഷിന്റെ ഇല്ല. സോറി, എക്സൈസ് രാജേഷിന്റെ സഹകരണമുണ്ട്, സഹകരണവും ദേവസ്വം. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഇതിനകത്തൊരു രാഷ്ട്രീയം നമ്മൾ കാണണം. ആ രാഷ്ട്രീയത്തിൽ ബാലഗോപാലിൻ്റെ ഈ കേന്ദ്രവിരുദ്ധ പ്രസ്താവനകൾ, അദ്ദേഹം കേന്ദ്രത്തിൽ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഡാമേജും ദോഷകരമായി കേരളത്തിൻ്റെ പൊതുധനസ്ഥിതിയെ ബാധിക്കരുതെന്ന് മുഖ്യമന്ത്രി കരുതി. അതുകൊണ്ടാണ് ഗവർണറുടെയും കൂടെ സഹകരണത്തോടെ കേന്ദ്രത്തിൽ ഈ തരം ഒരു നീക്കം നടത്തി. അത് ഏകദേശം വിജയിച്ചു. അവർക്ക് സന്തോഷിക്കാനുള്ള മാർച്ചിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരവസരമായി കിട്ടി. ഇനിയിപ്പോൾ മാർച്ച് കഴിയുമ്പോഴല്ലേ പുതിയ ധനകാര്യ വർഷമാണ്. അപ്പോഴേക്ക് GSTയുടെ വിഹിതങ്ങളും മറ്റ് അതിൻ്റെ സങ്കല്പങ്ങളൊക്കെ അല്ല, ആദ്യ മാസങ്ങളിൽ മാർച്ച് ഏപ്രിലാകുമ്പോൾ കുറേ പൈസ കിട്ടുന്നത് വരും. പിന്നെ അപ്പോഴേക്കും പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെല്ലാം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ അപ്പോൾ സംഗതിയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഈ വഴിയാണുള്ളത്. അതിൽ KV തോമസിനാണ് ഇപ്പോൾ ശരിക്കും പാസ് മാർക്ക് കിട്ടുന്നത്. ബാലഗോപാലിനെ വെട്ടി. അപ്പോൾ സുനിൽ ഉദ്ദേശിച്ചത് ബാലഗോപാലിന് പകരം പുതിയൊരു ധനമന്ത്രി വരുമെന്ന് ആണ്. അത് വരാൻ സാധ്യത കുറവാണ്. കാരണം ഈ ലാസ്റ്റ് മൊമെന്റ് ഇപ്പോൾ തോമസ് ഐസക്കിനെയോ കൊണ്ടുവന്ന് അല്ല, വകുപ്പ് മാറ്റമെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. വകുപ്പ് മാറിയാൽ ഈ മന്ത്രിസഭയിൽ ഏത് മന്ത്രിക്കാണ് ഒരു ധനകാര്യ വകുപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്? ബാലഗോപാലും അങ്ങനെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഒന്നും ആയിരുന്നില്ല, ധനകാര്യ വിദഗ്ധനൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം 4 ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. 4 ബഡ്ജറ്റിന് വേണ്ടിയുള്ള സ്റ്റഡി നടത്തി. ഒരു MBBS പഠിക്കുന്ന കാലമാണ് 4-5 കൊല്ലം. അപ്പോൾ അത്രയും സാമ്പത്തിക കൈകാര്യത്തിലുള്ള അനുഭവം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ അടുത്ത ധനകാര്യമന്ത്രി എന്ന നിലയിൽ കുറേ കൂടെ പ്രായോഗിക ബുദ്ധി അദ്ദേഹം പ്രകടിപ്പിച്ചെന്ന് വരാം. പ്രായണ ഈ രാജഗോപാൽ എന്ന വ്യക്തി
ഒരു തുറന്ന സമീപനമുള്ള ഒരാളാണ്. ബാലഗോപാൽ. സോറി, ബാലഗോപാൽ. ബാലഗോപാൽ. അദ്ദേഹത്തിന് ഒരു തുറന്ന സമീപനമുള്ള ആളാണ്. ഈസ് എ ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ. അതെ അതെ. അപ്പോൾ ഈ മാർക്സിസ്റ്റുകാരുടെ ഈ കണ്ണൂർ ലോബിയുടെയൊക്കെ ഡോഗ്മാറ്റിസത്തിൽ അഭിരമിക്കുന്ന വരട്ട് തത്വവാദിയല്ല. അതെ അതെ. ഏതായാലും ബാലഗോപാലിന് ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷീണം സത്യത്തിൽ ഒഴിവാക്കേണ്ടതായിരുന്നു. അതെ. അത് ബാലഗോപാലിനെ കൂടെ കൂട്ടിയിട്ടായിരുന്നു. അല്ല, നമ്മുടെ മുഖ്യമന്ത്രി കട്ട് ആൻഡ് ഡ്രൈ അല്ലേ എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിന് റിസൾട്ടാണ് മുഖ്യം. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെയ്തത്, റിസൾട്ട് വന്നതോടുകൂടി ബാലഗോപാൽ കൂടുതൽ സൈഡ് ചെയ്തു. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.